എന്നെ ശ്രവിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ എന്നെ കുറിച്ച് അച്ഛൻ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി പറയാണ്. കാരണം ഞാൻ കുറെ വർഷങ്ങളായി ഇങ്ങനെ സുവിശേഷം പങ്കുവെച്ച് നടക്കുന്നു. അച്ഛൻ 20 കൊല്ലം മുൻപാണ് കേട്ടത്. പക്ഷെ ഞാനിത് ആരംഭിച്ചത് 1981-ലാണ്. 1981 കഴിഞ്ഞിപ്പോ എത്ര വർഷമായി? ഇത് 44-ാമത്തെ വർഷമാണ്. അപ്പൊ എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, ഈ 44 വർഷവും നിരന്തരം സുവിശേഷം ഇങ്ങനെ പങ്കുവയ്ക്കാനായിട്ട് ഇതെങ്ങനെയാ സാധിക്കണേ? അച്ഛന്മാരായിട്ടൊന്നും വഴക്കാവണില്ലേ? ബിഷപ്പുമാരായിട്ട് വഴക്കാവണില്ലേ? അപ്പൊ ഞാൻ അവരോട് പറയും, അതൊക്കെ വഴക്കുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പൗലോസ്ലീഹ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇതാണ്: കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് നമ്മെ വേർപെടുത്താൻ കഴിയും എന്ന് പറഞ്ഞാൽ, ആ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്താൽ, ചെറുപ്പത്തിലെ പറയാറ് കേട്ടിട്ടുണ്ട് ഞാൻ, പൂച്ചയെ തെരണ്ടിവാലുകൊണ്ട് തല്ലിയ പോലെയാണെന്ന്. ഈ തെരണ്ടിവാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഉണക്ക മീനാണ്, മീനിന്റെ വാലാണ് തെരണ്ടിയുടെ വാല്. അതുകൊണ്ട് പൂച്ചയെ തല്ലിയാലും പൂച്ച അതിൻ്റെ പിന്നാലെ പോവുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടുകളുണ്ട്, തടസ്സങ്ങളുണ്ട്, അതിലൂടെ ഞാൻ പഠിക്കുകയാണ്. പിന്നെ എന്നെ കേൾക്കുന്നവർ ദയവ് ചെയ്തിട്ട് എനിക്ക് ചെയ്യേണ്ട ഒരു സഹായമുണ്ട്. എന്താണ് ആ സഹായം? ഈ പ്രസംഗം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോയാൽ പിന്നെ ആരും എന്നെ ഫോണിൽ വിളിക്കരുത്. ഇതാണ് എനിക്ക് ചെയ്യേണ്ട സഹായം. കാരണം നിങ്ങൾക്ക് തോന്നും എൻ്റെ പ്രസംഗം കഴിയുമ്പോൾ എന്നോട് സംസാരിച്ചാൽ ഒരു കൗൺസിലിങ്ങിന് നല്ല ആളാണ്, എൻ്റെ പ്രശ്നത്തിന് നല്ല ആളാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അങ്ങനെയല്ല. അതുകൊണ്ട് എന്നെ വിളിക്കരുത് എന്ന് ഞാൻ ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. അതാണ് എനിക്ക് നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന. നിങ്ങൾക്ക് കൗൺസിലിങ്ങിനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ആളുകളുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, വൈദികരുണ്ട്, അൽമായരുണ്ട്. അവരെ സമീപിക്കണം. പ്രിയമുള്ളവരെ, എന്നോട് ഇന്ന് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തെക്കുറിച്ചാണ്. പക്ഷേ എനിക്ക് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഞാൻ കണ്ടാൽ പിന്നെ എനിക്ക് അതിനെക്കുറിച്ച് തന്നെ പറയാൻ മണിക്കൂറുകൾ എടുക്കും. അപ്പോൾ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലെ ആകെ 1-2 സംഭവം ഞാൻ നിങ്ങളോട് പറയുള്ളൂ. പക്ഷെ അതിന് തന്നെ സമയമെടുക്കുകയാണ് സംസാരിക്കാനായിട്ട്. ഈ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തെക്കുറിച്ച് ഈ പുസ്തകം വായിച്ചിട്ടാണോ ഞാൻ പഠിച്ചത്? സിനിമ കണ്ടിട്ടാണോ ഞാൻ പഠിച്ചത്? ഇതൊന്നുമല്ല. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ ഏറ്റവും തലവേദനയുള്ള മകനായിരുന്നു. ഫ്രാൻസിസ് അസീസി അങ്ങനെ തന്നെയാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം തലവേദന എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വിട്ടാൽ അധ്യാപകരായിട്ട് വഴക്കുണ്ടാക്കും. എന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ എല്ലാ അധ്യാപകരെയും പച്ചത്തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ സ്കൂളിൽ നിന്ന് എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് എന്ത് ചെയ്തില്ല, പുറത്താക്കിയില്ല. മാത്രമല്ല, ഞാൻ ജയിക്കുമ്പോൾ ക്ലാസ്സിൽ 1ാമനായിട്ടാണ് ജയിച്ചത്. അപ്പോൾ അതൊരു വലിയ ചോദ്യമല്ലേ? ഗുരുഭക്തി ഇല്ലാത്ത ആളുകൾ എങ്ങനെയാ ജയിക്കുക? അല്ല, ജയിക്കില്ലല്ലോ. പക്ഷേ ഞാൻ 1ാമനാണ് ആ പരീക്ഷയിൽ ജയിക്കുമ്പോൾ. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞിടാ, മോനെ ഫസ്റ്റ് ക്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്, അന്നൊന്നും കിട്ടില്ലേ, പുറത്ത് പറയണ്ട, കാരണം ഇത് പ്രിന്റിങ് മിസ്റ്റേക്ക് ആവാനാണ് സാധ്യത, അതുകൊണ്ട് നീ പുറത്ത് പറയണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പുസ്തകം കിട്ടിയിട്ടേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ അപ്പനായിട്ട് നല്ല ബന്ധമാണ്, സ്നേഹമാണ്. അപ്പം അപ്പന് ഭയങ്കര സന്തോഷമായി. അപ്പനെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് മാർക്ക്. അങ്ങനെ കുറച്ച് എല്ലാ ദിവസവും ഞങ്ങൾ രാത്രി സംസാരിക്കും. അപ്പൻ പട്ടാളത്തിൽ പോയ കഥ പറയും. അങ്ങനെ BA പഠിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് ദേഷ്യം വന്നു. അപ്പനെ ഒരു 10 തെറിയ പറഞ്ഞു.
നിങ്ങളൊക്കെ നല്ല ആൾക്കാരുണ്ട്, അപ്പനോട് സ്നേഹമുള്ള ആൾക്കാരുണ്ട്. എനിക്കൊന്നും അത്ര സ്നേഹമില്ലേ. ഒരു 10 പച്ചത്തെറിയ പറഞ്ഞു അപ്പനെ. വേണ്ടി വന്ന അപ്പനെ തട്ടിക്കളയുന്നു പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ പറയാറുണ്ട്? അതുകൾ ഉള്ളിലെ ഉണ്ടെങ്കിലും പറയാറില്ല അതല്ലേ? ഉള്ളിൽ തോന്നാറുണ്ടോ? അതെന്നോടും പറയണ്ട, അങ്ങോട്ട് നോക്കേണ്ടത് നിങ്ങൾ ആരുടെ മുഖത്തേക്ക്. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് എണീറ്റപ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞു, നിനക്ക് അപ്പൻ്റെ ആവശ്യമില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് നിനക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം നീ എടുത്ത് നീ വീട്ടിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. നിനക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം എടുത്ത് നീ വീട്ടിൽ നിന്ന് പൊക്കോ, കാരണം നിനക്ക് അപ്പനായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. ഈ നാളെ നിന്നെ കാണരുത്, 24 മണിക്കൂറുള്ള സമയം കേട്ടാ, നിനക്ക് സ്വന്തമായിട്ടുള്ളതൊക്കെ എടുത്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ സാധനങ്ങൾ ഒതുക്കാൻ തുടങ്ങി ബാഗിലേക്ക്. അപ്പം ഞാൻ പ്രത്യേക കാര്യം അപ്പം പറഞ്ഞിട്ടുണ്ട്, ഏതെടുക്കാൻ പാടുള്ളൂന്ന്. ഏതെടുക്കാൻ പാടുള്ളൂന്ന്? സ്വന്തമായിട്ടുള്ളത്. അപ്പം ആദ്യം നമുക്ക് അണ്ടർവെയർ വേണ്ട, ജെട്ടിയും പെനിയനും വേണ്ട. അത് നോക്കിയപ്പോൾ അപ്പം മേടിച്ചു തന്നാണ്. കള്ളിമുണ്ട് നോക്കിയപ്പോൾ അപ്പം മേടിച്ചു തന്നാണ്. ഷർട്ട് നോക്കിയപ്പോൾ അപ്പം മേടിച്ചു തന്നാണ്. പാൻറ് നോക്കിയപ്പോൾ അപ്പം മേടിച്ചു തന്നാണ്. ആ പാക്ക് ചെയ്യണ ബാഗ് നോക്കിയപ്പോൾ അപ്പം മേടിച്ചു തന്നാണ്. പുസ്തകം നോക്കിയപ്പോൾ അപ്പം മേടിച്ചു തന്നാണ്. അപ്പം എൻ്റെ സ്വന്തമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ ഞാൻ എങ്ങനെ പോണം? നിങ്ങൾ പറഞ്ഞതാവതിരിക്കുക. ഞാൻ എങ്ങനെ പോണം? നഗ്നനായിട്ട് പോണം. ഞാൻ നഗ്നനായിട്ട് പോണം. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞു, ഞാൻ ഇല്ലെങ്കിൽ അപ്പന് ജീവിക്കാം, അപ്പനില്ലെങ്കിൽ എനിക്ക്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായേ? അങ്ങനെ ഒരു ദിവസം ഫ്രാൻസിസ് അസിസിയുടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ ഈ പേരെങ്ങനെ എനിക്ക് കിട്ടിയെന്ന്. നോക്കിയപ്പോൾ ആളൊരു ദിവസം ആളുടെ ഡോക്യുമെൻ്ററിയിൽ കംപ്ലീറ്റ് വസ്ത്രം ഊരി അഴിച്ചിട്ട് നിൽക്കുക അപ്പൻ്റെ മുമ്പിലും. കാരണം ആൾ അപ്പനായിട്ട് വഴക്കായി. അപ്പോൾ ബിഷപ്പിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ ബിഷപ്പിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്താ ചെയ്യണേ അറിയോ? കംപ്ലീറ്റ് ജെട്ടി വരെ ഊരി അപ്പന് കൊടുത്തു. പറഞ്ഞു ഇനി അപ്പനായിട്ട് എന്തില്ലാന്ന്, ഇപ്പം എന്തില്ലാന്ന്. എന്നിട്ട് പറഞ്ഞു പിതാവ് അപ്പോൾ ഒരു ചാക്കു വസ്ത്രം കൊടുത്തു. അതാണ് ഫ്രാൻസിസ് അസിസിയുടെ ബിഗിനിങ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതിൻ്റെ കണ്ടന്റ് മനസ്സിലായെന്ന് തോന്നുന്നു ഇല്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇനി ആണ് സ്വർഗസ്ഥനായ പിതാവ് എൻ്റെ പിതാവായിരിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലണമെങ്കിൽ ഏറ്റവും ബേസിക് കണ്ടീഷൻ എന്താണെന്ന് വിചാരിച്ചു നിങ്ങൾ? ആദ്യം തന്നെ നിങ്ങൾക്കുള്ളതെല്ലാം ഊരി ആർക്കും കൊടുക്കണം? അപ്പനമ്മയ്ക്കും കൊടുക്കണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്രസംഗം പറയാൻ ഭയങ്കര മടിയാണ്. ഇപ്പം ഞാൻ ഇത് എങ്ങനെ ദൈവം എന്നെ കൊണ്ടുവന്നതാണ്. ഇപ്പം ഇത്രയും പറഞ്ഞിട്ട് ഇത് കേട്ടിരിക്കുന്ന ആൾക്കാർ നാളെ എൻ്റെ ഭാര്യയോട് വന്ന് പറയാണെന്ന് കരുത്. എന്തെന്ന് പ്രസംഗമൊക്കെ കേട്ടു, പക്ഷെ പലതും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന്. പ്രസംഗം കേട്ടിട്ട് പലതും ഞങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതിൽ വല്ലതും മനസ്സിലാവാത്തതുണ്ടോ നിങ്ങൾക്ക്? അവിടെ നിർത്തിയിട്ട് അത് മാത്രം പറഞ്ഞു തരാം. ഇല്ല. അപ്പം ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, പ്രസംഗം പറഞ്ഞത് കേട്ടിട്ടും മനസ്സിലാവാത്തതല്ല ആൾക്കാരുടെ പ്രശ്നം. പിന്നെ എന്താ പ്രശ്നം? ആ സാധനം സ്വീകരിക്കില്ല. ഞാൻ ഇതിൻ്റെ വ്യാഖ്യാനം പറയും തോറും നിങ്ങൾ അകന്ന് പോവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലണമെങ്കിൽ നീ മാതാവിനെയും പിതാവിനെയും എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. അപ്പം ഈ മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിക്കുക എന്നാൽ എന്താ അർത്ഥം? ഇതാണ് ഇപ്പം അമ്മമാരാകെ പേടിച്ചിട്ടിരിക്കണേ. സാറിൻ്റെ പ്രസംഗം എൻ്റെ മക്കൾ കേട്ടാൽ പുലിവാലാവില്ല, അല്ലെങ്കിൽ തന്നെ പകുതി ഉപേക്ഷിച്ചിട്ടാണ് നിൽക്കണേ. ഇനി അവർ മുഴുവൻ ഉപേക്ഷിക്കൂ. പ്രിയമുള്ളവരെ, ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തൊട്ട് ഇങ്ങനെ വായിച്ച് കേൾപ്പിച്ച് തരാം നിങ്ങളെ.
ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ദൈവം ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചതിന് ശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ മാതാവിനെയും പിതാവിനെയും വിട്ടുപേക്ഷിക്കുക. അപ്പോൾ എന്നിട്ട് ഭാര്യ ആരോട് ചേരും? ഭർത്താവിനോട് ചേരും, ഭർത്താവ് ഭാര്യയോട് ചേരും. യേശു പറയാണ്, മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിക്കാതെ ആർക്കും എന്നെ അനുഗമിക്കാൻ കഴിയില്ല. ആൾക്കാർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവണില്ല എന്താണെന്ന്. വീട് വിട്ടു പോകാൻ പറ്റുമോ അപ്പനമ്മേനെ ഉപേക്ഷിച്ചിട്ട്? പ്രിയമുള്ളവരെ, അതിന് ചില പ്രത്യേക അർത്ഥങ്ങളുണ്ട് ഈ പറയുന്ന വചനത്തിന്. എന്നാൽ വളരെ കൃത്യമായിട്ട് യേശു പറഞ്ഞിട്ടുണ്ട്. 10 കൽപ്പനകളിലെ 4-ാമത്തെ കൽപ്പനയാണ് നീ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അപ്പം യഹൂദന്മാരുടെ ഇടയിൽ ഒരു ആചാരം ഉണ്ടായിരുന്നു. അതായത് ഇപ്പം നിങ്ങൾക്ക് മാതാവിനോടും പിതാവിനോടും വല്ല ഇതുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, അവരെ സംരക്ഷിക്കാനുള്ള പൈസ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിന് എന്ത് ചെയ്യുക? സംഭാവന ചെയ്യുക. അതോടുകൂടി നിങ്ങളുടെ കടമകളൊക്കെ അവസാനിച്ചു. ഇതാണ് യഹൂദന്മാർ പറഞ്ഞിരുന്നത്. അതിനെ യേശു ചോദ്യം ചെയ്യാണ്. എന്നിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ ചില കൽപ്പനകൾ ഉണ്ടാക്കിയിട്ട് അടിസ്ഥാന കൽപ്പനകൾ എന്ത് ചെയ്യാണ്? ഇല്ലായ്മ ചെയ്യാണ്. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്ന കൽപ്പന എഫേസൂസ് ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു. പൗലോസ്ലീഹ പറയാണ്, മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദാനത്തോടു കൂടിയുള്ള ആദ്യത്തെ കൽപ്പനയാണ്. വിത്ത് പ്രോമിസ്. അതാണ് ആദ്യത്തെ കൽപ്പന, ഈ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത്. അപ്പം എന്താ വിട്ടുപേക്ഷിക്കുക എന്ന് പറയണേ? ഇപ്പം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എൻ്റെ മകൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഭാര്യയോട് അച്ഛൻ പ്രാർത്ഥനയിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നതാ, പുത്രി നിന്റെ പിതൃഭവനത്തെ നീ ഉപേക്ഷിക്കുക, എങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നീ റാണിയായി വാഴും. അപ്പം അതിന് നേരെ തിരിച്ചിട്ടാൽ, ഭർത്താവിൻ്റെ വീട്ടിൽ നിങ്ങൾ റാണിമാരായിട്ട് വാഴുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? പിതൃഭവനത്തെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പിതൃഭവനത്തെ എങ്ങനെ ഉപേക്ഷിക്കുക? പിതൃഭവനത്തെ ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ കേട്ടാ. അതായത് ഫ്രാൻസിസ് അസീസി എന്ത് ചെയ്യാണ്? വസ്ത്രകൂരി കൊടുത്ത് അപ്പനുപേക്ഷിച്ചിട്ട് ഇനി സ്വർഗസ്ഥനായ പിതാവാണ് എൻ്റെ പിതാവെന്ന് പ്രഖ്യാപിച്ചു. അതിനെക്കുറിച്ച് മാത്രം നിങ്ങളോട് പറയണേ, അതിനെക്കുറിച്ച് മാത്രം. എങ്ങനെയാണ് ഉപേക്ഷിക്കുക? അതിന് നിങ്ങൾ കൃത്യമായിട്ട് ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ തെങ്ങൊക്കെ ഉണ്ടാവണില്ലേ? ഈ തെങ്ങ് വളർന്ന് ഒരു 10 മാസം എത്തിക്കഴിഞ്ഞാൽ ഈ നാളികേരം ഇങ്ങോട്ട് പൂർണ്ണ വളർച്ച എത്തും. അതെത്തിക്കഴിഞ്ഞാൽ പിന്നെ നാളികേരം എന്താ ചെയ്യുക? തെങ്ങമ്മ തന്നെ നിന്നിട്ട് മുളയ്ക്കുമോ? ഇല്ല. പിന്നെ എന്തു ചെയ്യും? ഠും എന്ന് വെച്ചിട്ടൊരു സ്വരം കേൾക്കാം. എന്താണത്? വിടുന്നു. ആ വിടുക എന്ന് പറഞ്ഞാൽ ആ തെങ്ങ് ഒരു പ്രത്യേക കാര്യമാണ്. തെങ്ങിനോട് നാളികേരം പറയുന്നുണ്ട്. എന്തിനാ പറയണത് അറിയോ? എൻ്റെ അപ്പനും അമ്മയുമായ തെങ്ങ് ഒരു തെങ്ങായി അനേകായിരം നാളികേരങ്ങളെ ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടി, ബോധിച്ചു. നന്ദി. ഇനി വല്ലതും തെങ്ങിന്ന് കിട്ടാനുണ്ടോ? ആ നാളികേരത്തിന് ഇനി വളരാൻ വേണ്ടിയിട്ട് വല്ലതും തെങ്ങിന്ന് കിട്ടാനുണ്ടോ? ഇല്ല. ക്ലിയറായ? നിങ്ങൾക്ക് ഐഡിയ ക്ലിയറായി? അപ്പോൾ തെങ്ങ് പറയുന്നത്, നാളികേരം പറയുന്നത്, എനിക്ക് ഇനി നിന്നിൽ നിന്നൊന്നും കിട്ടാനില്ല, എല്ലാം കിട്ടിക്കഴിഞ്ഞു, ഞാൻ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞു. ചില ആൾക്കാരുടെ മനസ്സിൽ പിശാച് കയറി ഇപ്പം തന്നെ ഈ കേൾക്കുന്നതിനെ റെസിസ്റ്റ് ചെയ്ത് തുടങ്ങി. കാരണം അവർക്കറിയാം, അവർ സാധാരണ ബുദ്ധിയുള്ളവരാണ്. 1-ാം ക്ലാസ് പോലും പാസ്സാവാത്തവർക്ക് അറിയാം. ഇനി ഞാൻ എന്താ പറയാൻ അറിയില്ല നിങ്ങൾക്ക്. ഇനി ഞാൻ എന്താ പറയാൻ പോണേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊച്ചുകുട്ടിക്ക് അറിയാം ഇനി എന്താ പറയാൻ പോണേന്ന്. എന്താ പറയാൻ പോണത്? നിങ്ങൾ പറഞ്ഞാൽ മതി.
നമ്മൾ നമ്മുടെ അപ്പനോടും അമ്മോടും പറയണം എന്തെന്ന്? അപ്പ അമ്മ ഒരു മനുഷ്യനായി ഒരു കുടുംബമായി മക്കളുണ്ടാക്കിയിട്ട് പൂർണ്ണ വളർച്ച എത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഒന്നും ബാക്കിയില്ലാതെ നിങ്ങളിൽ നിന്ന് കിട്ടി ബോധിച്ചു. നന്ദി, ഒപ്പ്. പ്രൈസ് ദി ലോർഡ്. പറയാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അന്ന് നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാകും. പ്രിയമുള്ളവരെ, ഭൂരിഭാഗം പേരും മണ്ടരി ബാധിച്ച തെങ്ങിലെ നാളികേരം പോലെ. മണ്ടരി ബാധിച്ച് എന്താ ഉണ്ടാവുക? നാളികേരത്തിന് നാളികേരം ചെറുതാവും, പിന്നെ എന്ത് ചെയ്യും? ഉണങ്ങി ഏതുമേ കെട്ടിപ്പിടിച്ചിരിക്കും. തണ്ടത്തെങ്ങും എങ്ങനെ ഇരിക്കും? വെട്ടുകത്തി കൊണ്ട് വെട്ടിയിട്ട് അതിൻ്റെ മടലും ഇങ്ങോട്ട് ഉരിയെടുക്കും. എൻ്റെ അമ്മോ, ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ വേറെ എന്ത് പണിയും പറഞ്ഞോ, എന്ത് പൊളിക്കാൻ പറയരുത്. മണ്ടരി ബാധിച്ച തേങ്ങ പൊളിക്കാൻ പറയരുത്, അത് നീ കളഞ്ഞോ. അത് മണ്ടരി ബാധിച്ച നാളികേരം, അപ്പനോട് ഒട്ടി നിൽക്കുന്ന അമ്മയോട് ഒട്ടി നിൽക്കുന്ന നാളികേരം നീ കളഞ്ഞോ. അത് ഉപേക്ഷിക്കാനുള്ളതാണ്. അതിന് വളരാൻ പറ്റില്ല, അത് ഉപയോഗിക്കാനും പറ്റില്ല, ആർക്കും അത് ഗുണം ഉണ്ടാവില്ല. എങ്ങനെയാണ് ഈ മണ്ടരി ബാധിക്കുക? കാണിച്ചു തരാം. പ്രിയമുള്ളവരെ, അതായത് വിശുദ്ധ ഗ്രന്ഥത്തിലെ 10 കൽപ്പനകൾ. ഞാൻ ഈ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ മോസസ് എഴുതിയ കൽപ്പനകൾ അതിന് മുമ്പ് എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ മോസസ് എഴുതിയ കൽപ്പനകൾക്ക് ദൈവികത ഉണ്ടെന്ന് പറയാനായിട്ടുള്ള കാരണം, അതിൻ്റെ ഇടയിൽ എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ 3 കൽപ്പന ആരെ കുറിച്ചാ? 1, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക. 2, നീ കർത്താവിൻ്റെ നാമം വൃഥ, നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആളാണെന്ന് നീ പറയരുത്. അതിൻ്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക്? നാട്ടുകാരെ പറ്റിക്കാൻ ദൈവത്തിൻ്റെ നാമം നീ ഉപയോഗിച്ചാൽ അതോടുകൂടി നിന്റെ പണി കഴിയും. വ്യാജ സുവിശേഷകനാണെങ്കിൽ നീ തലയും കുത്തി വീഴും. 3, കർത്താവിൻ്റെ ദിനം ആചരിക്കുക. 4, മാതാവിനെയും പിതാവിനെയും ബാക്കിയുള്ള കൽപ്പനകളൊക്കെ. 5, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. അതൊക്കെ സാമൂഹിക ജീവിതത്തെക്കുറിച്ചുള്ളത്. ആദ്യത്തെ ഭാഗം ദൈവത്തെക്കുറിച്ചുള്ളത്. അപ്പൊ ദൈവവുമായിട്ടുള്ള ബന്ധവും സാമൂഹിക ജീവിതവുമായിട്ടുള്ള നിങ്ങളുടെ ജീവിതവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ പാലമാണ് ഈ മാതാവും പിതാവും. അവരെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്? നമുക്ക് ഓരോന്ന് പരിശോധിച്ചു വരാം. കാരണം ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ 45 കൊല്ലത്തെ ജീവിതത്തിൽ അനേകരുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഇത് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനീ പറയണത്. അതാണ് പറയുന്നത്. ഇത്തരം സംഭവങ്ങൾ ഇനി ഞാൻ പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടൻ തന്നെ പറയും എനിക്ക് കൗൺസിലിംഗ് വേണമെന്ന്. അതിനിഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അവൻ്റെ അപ്പനും അമ്മയും അവനെയും അവൻ്റെ പെങ്ങളെയും അവൻ വ്യഭിചാരത്തിലുണ്ടായതാണ്. അവനെ വടക്കുനാഥൻ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ജനിച്ച വഴിക്ക് അമ്മ അവനെയും പെങ്ങളെയും ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പൊ അവന് ആരാണ് അപ്പൻ ആരാണ് അമ്മ എന്ന് അറിയില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? അവന് ആരാണ് അപ്പൻ ആരാണ് അമ്മ എന്ന് അറിയില്ല. അവനെ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി അച്ഛൻ എടുത്ത് വളർത്തി. ഇവിടെ അച്ഛന് സൗകര്യങ്ങളുണ്ടായിരുന്നു. അച്ഛൻ എൻ്റെ പള്ളിയിലെ വികാരി അച്ഛനായിരുന്നു. അച്ഛനിൽ നിന്നാണ് ഈ കഥ ഞാൻ അറിയുന്നത്, ഇവനെക്കുറിച്ച്. അങ്ങനെ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി എടുത്ത് വളർത്തി. അവൻ നമ്മുടെ സഭയുടെ തണലിൽ അവൻ അപ്പനമ്മയായിട്ട് മാറി. എന്നോട് ചോദിക്കാറുണ്ട്, മാഷ് കാണുന്നവരെ മുഴുവൻ അപ്പാന്ന് വിളിക്കുന്ന ആളാണല്ലോ. എൻ്റെ അപ്പനെ മാത്രമല്ല ഞാൻ അപ്പാന്ന് വിളിക്കുക, പിന്നെ ആരൊക്കെ വിളിക്കും? അച്ഛനെ ഞാൻ അപ്പാന്ന് വിളിക്കുന്നുണ്ട്, ഡിയർ ഫാദർ എന്നാണ് ഞാൻ അഭിസംബോധന ചെയ്യണേ. ബിഷപ്പിനെ ഞാൻ എന്തെന്നാ വിളിക്കണേ? പിതാവെന്നാ വിളിക്കണേ. ഞാൻ മാർപ്പാപ്പേനെ ഞാൻ എന്തെന്നാ വിളിക്കണേ? പരിശുദ്ധ. നിങ്ങളെപ്പോലെ കാണുന്നവരെ മുഴുവൻ അപ്പാന്ന് വിളിക്കാറില്ല എന്ന് ഒരാൾ പറയുന്നോട്. ഞാൾക്കും മറുപടി കൊടുത്തില്ല. മറുപടി കൊടുത്താൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം ഈ ചാലിശ്ശേരിച്ചനെ പോലുള്ള അച്ഛന്മാര് ഇതുപോലെയുള്ള കുട്ടികളുടെ ആരായി മാറിയതാണ്, അപ്പന്മാരായിട്ട് മാറിയിട്ടുള്ളത് എനിക്കറിയാമെന്ന്. അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയത് കുണ്ടുകുളം പിതാവാണെന്ന്.
അപ്പോൾ അപ്പോൾ അവരൊക്കെ അപ്പന്മാരായിട്ട് മാറും. ഞാനൊരു അപ്പനായിട്ട് മാറുന്നത് എങ്ങനെയാണ്? എൻ്റെ പേരക്കുട്ടികളാണ് എന്നെ അപ്പാപ്പനാക്കണത്. അപ്പാപ്പ 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 അല്ലേ? എന്താ അവരെന്നെ അപ്പാപ്പ അത് വിളിക്കണേ? ഞാൻ സമ്പാദിച്ച കാശൊക്കെ എൻ്റെ മക്കൾക്ക് കൊടുക്കുകയാണ്. ബാക്കി വല്ലതുണ്ടോ എന്ന് നോക്കുമ്പോൾ ഒന്നുമില്ലേ. പ്രൈസ് ദി ലോർഡ്. ആരും ഒന്നും കൊണ്ടുവന്ന് തരണ്ട കേട്ടാ, എനിക്ക് ആവശ്യമുള്ളത് ദൈവം തരുന്നുണ്ട്. അപ്പൊ അപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ? മക്കൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കുന്ന ആളാണെന്നാണ്. അപ്പൊ ഇവനെ വളർത്തി ഇവനെ ഒരു ചെറിയ സ്ഥലത്ത് ചെറിയ വരുമാനത്തിന് ജോലിക്ക് കൊടുത്തു, ഒരു കല്യാണം കഴിച്ചു കൊടുത്തു അച്ഛൻ. ആ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവസാനം അവന് കുട്ടീൻ്റെ ആവണില്ലേ? അവന് കുട്ടീൻ്റെ ആവണില്ലേ? അപ്പൊ അവൻ എങ്ങനെ ഒരു ദിവസം സഭയുടെ ഒരു സ്ഥാപനത്തിലാണ് അവൻ, എവിടെയാണെന്ന് പറയണില്ലേ, അവൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളോ, കല്യാണം കഴിച്ചിട്ട് എനിക്ക് കുട്ടികളുണ്ടാവണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, അന്ന് പനക്കിലച്ഛൻ എൻ്റെ സുഹൃത്താണ്, ഡിവൈനിൽ ഇപ്പോഴും സുഹൃത്താണ്. ഞാൻ അച്ഛൻ ഷൂട്ട് ചെയ്യാൻ വിളിച്ചപ്പോൾ പോവും. ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരാളെ വിടുന്നുണ്ട്, അവന് ഒരാഴ്ച ധ്യാനം കൂടാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞു. പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ അവനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അപ്പോൾ അവനോട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് നിൻ്റെ അപ്പനും അമ്മേനെ അറിയുമെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അപ്പനമ്മ ഇല്ലാണ്ട് നീ ഉണ്ടാവില്ല എന്ന് നിനക്ക് അറിയാമെന്ന് ചോദിച്ചു. അപ്പനമ്മ ഇല്ലാണ്ട് നീ ഉണ്ടാവോ എന്ന് ചോദിച്ചു. ഇല്ല. ഇനി നീ എന്താവാൻ ആഗ്രഹിക്കണമെന്ന് ചോദിച്ചു. ഒരു അപ്പനാവാനാണ് ആഗ്രഹിക്കണതെന്ന് പറഞ്ഞു. ഒരു അപ്പനാവാനാണ് ആഗ്രഹിക്കണതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പനാവാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്നറിയോ? എന്താ വഴി? സ്വന്തം അപ്പനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി നീ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ അടുത്ത കൊല്ലം അപ്പനായിട്ട് മാറുന്നു പറഞ്ഞു. ഇനി പോയി ധ്യാനം കൂടിക്കോളാൻ പറഞ്ഞു. കരങ്ങൾ ഉയർത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ പ്രിയമുള്ളവരെ, അപ്പൊ ഏറ്റവും ആദ്യത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ആദ്യത്തെ തടസ്സമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അവന് കുട്ടീൻ്റെ ആയി 2 കുട്ടികളുണ്ട്, അവൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി, അനാഥനാണ്. ഇത് എങ്ങനെയാ വരണേന്ന് ദൈവത്തിന് അറിയുള്ളൂ. അപ്പൊ ഒരു കാര്യം ചെയ്യുക, ദൈവാനുഗ്രഹം നമ്മിലേക്ക് ഒഴുകി വരാനായിട്ട് നമ്മുടെ കേന്ദ്രത്തിൽ നിർത്തിയിട്ടുള്ള 2 വ്യക്തികളാണ് ആര്? അപ്പനും. അവരെ ഒന്നിനും കൊള്ളാത്തവരാ. അവര് കള്ളു കുടിക്കും, അവരെ പെണ്ണ് പിടിക്കും, അവരപ്പാപ്പൻ തന്ന സമ്പത്ത് മുഴുവൻ നശിപ്പിച്ച് കളയും. അത് നോക്കാൻ നമ്മളാരെ ഏൽപ്പിച്ചിട്ടില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ അപ്പനെ നിങ്ങളുടെ അപ്പനെ അമ്മയെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ആരാണ്? ദൈവമാണ്. നിങ്ങൾ ചൂസ് ചെയ്തതാണോ? അങ്ങോരെ ഒരു സാധനം തരുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം നമ്മുടെ നിത്യജീവന് ആവശ്യമുള്ള സകല സാധനങ്ങളും ആ സാഹചര്യത്തെ അംഗീകരിച്ചെടുത്താൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് ദൈവത്തിന് വളരെ കൃത്യമായിട്ടുള്ള പദ്ധതി ഉള്ളത് കൊണ്ടാണ് ദൈവാപ്പനമ്മയെ നമ്മളെ ജനിപ്പിക്കുന്നത്. എൻ്റെ അപ്പനമ്മയ്ക്ക് 1000കണക്കിന് 10,000കണക്കിന് കുറവുകളുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പല സെമിനാരികളിലും വർഷങ്ങളായിട്ട് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ആ അറിവിൻ്റെ കേന്ദ്രം മുഴുവനും 7ാം ക്ലാസ് പാസ്സായ കോഞ്ഞാട്ടയായ എൻ്റെ അപ്പനിൽ നിന്നാണ്. അതെങ്ങനെ വളരുന്നത്? ചെറിയ 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 കാര്യങ്ങളാണ്. അമേരിക്കയും ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള എൻ്റെ എപ്പിസോഡ് പോലും എൻ്റെ അപ്പൻ എനിക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷനിൽ നിന്നാണ്. ആൾക്ക് 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ വചനത്തിലൂടെ, വൈദികരിലൂടെ, വ്യാഖ്യാനങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയെടുത്തു, ദൈവവുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മാതാവും പിതാവുമായിട്ടുള്ള ബന്ധം ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിച്ചിട്ട് എങ്ങനെ വികസിക്കണമെന്ന് നോക്കാം. ഇപ്പം ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ വേറൊരു സംഭവം പറയാം. ആ സംഭവം ഇതാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ, അവന് കോടാനുകോടി രൂപ സ്വത്തുണ്ട്. അവൻ്റെ അപ്പൻ സാധാ ഒരു തൊഴിലാളിയായിരുന്നു, സാധാ തൊഴിലാളി.
ആ തൊഴിൽ പറഞ്ഞാൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും, ആണ് പറയാത്തത്. ആ തൊഴിലാളിയുടെ 8 മക്കള്, ആ 8 മക്കളില് നന്നായി ആത്മാർത്ഥതയുള്ള അപ്പൻ, അമ്മ വീട്ടിൽ പൈസയുണ്ട്, അപ്പൻ വീട്ടിൽ എന്തില്ല, പൈസയില്ല. അപ്പം അമ്മ വീട്ടിൽ പൈസ ഉണ്ടായിട്ട് അമ്മാമ്മയുടെ അടുത്ത് ചില മക്കൾ പഠിക്കാൻ പോകുമ്പോൾ അമ്മാമ്മയും അപ്പാപ്പൻ എന്തെന്ന് പറയും, മനസ്സിലായില്ലേ? ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ മോളുടെ കൊച്ചുങ്ങൾ വന്ന് പഠിക്കുകയാണെന്ന് കരുതുക. മനസ്സിലായില്ല നിങ്ങൾക്ക്? എൻ്റെ വീട്ടിൽ എൻ്റെ മോളുടെ കൊച്ചുങ്ങൾ വന്ന് പഠിക്കുകയാണ്, മോൻ്റെ അല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാണെന്ന് കരുതുക, അപ്പന് നിന്നോടൊന്നും ഇഷ്ടമില്ല അല്ലടാ, അല്ലെങ്കിൽ നിന്നെ ഇവിടെ കൊണ്ട് നിർത്തോ? മനസ്സിലായില്ല നിങ്ങൾക്ക് ഈ ചോദിക്കണ ചോദ്യം? അപ്പൊ പഴയ കാലത്ത് കെട്ടിച്ചു കൊടുത്ത വീട്ടില് ഡള്ളായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? കുട്ടികളെ ഓരോരുത്തരും എന്ത് ചെയ്യും? അമ്മാമ്മേരെ വീട്ടിലേക്ക് കൊണ്ടുവരും, അവിടെ നിൽക്കും. അപ്പം നാത്തൂൻ പോരുണ്ടാവും, മറ്റേ പോരുണ്ടാവും. അതൊക്കെ അനുഭവിച്ചിട്ട് വരുമ്പോൾ ഇടയ്ക്ക് അമ്മാമ്മ കൊത്തും ചെയ്യും, എന്തെന്ന് നിന്റെ അപ്പനോട് കൊണ്ടുപോകാൻ പറയണേ എന്നൊക്കെ പറയും ചെയ്യും. അപ്പം നമുക്ക് അമ്മാമ്മോടും ദേഷ്യം വരും, പിന്നെ ആരോടും ദേഷ്യം വരും. അങ്ങനെ 8 മക്കളിലും മൂത്ത ആള് 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ആള് ഗൾഫിൽ പോയി, രണ്ടാമത്തെ ആള് പോയി, മൂന്നാമത്തെ ആള് പോയി, നാലാമത്തെ ആള് പോയി, പെങ്ങന്മാര് പോയി, സകല ആൾക്കാരും കോടീശ്വരന്മാരായി. എൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ ഞാൻ മോൻ്റെ കല്യാണത്തിന് ഒരു 5 ലക്ഷം വേണം, നീ കൊണ്ടുപോക്കോ എന്ന് തരാൻ കപ്പാസിറ്റി ഉള്ള ആളിന്. അങ്ങനെ പക്ഷേ എന്തുണ്ടായി? അപ്പൻ 54 സെന്റ് സ്ഥലമുണ്ട്. ഈ കുറുമാല് ഭാഗത്തൊക്കെ 54 സെന്റ് സ്ഥലം ഉണ്ടായിട്ട് എന്താ കാര്യം? ഇപ്പൊ വില കൂടി. പണ്ട് വേലൂര്, കുറുമാല്, അല്ലെങ്കിൽ അങ്ങനെ ഈ ഗ്രാമപ്രദേശത്ത് ഒരു 54 സെന്റ് ഉണ്ട്. ഈ മൂത്ത ചേട്ടനാണ് കംപ്ലീറ്റ് ഗൾഫിൽ പോയിട്ട് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാനും അപ്പൻ്റെ വീട് പണിയാനും എല്ലാത്തിനും കാശ് കൊടുത്തത്. ഈ അപ്പൻ അവസാനം എന്ത് ചെയ്തെന്നറിയോ? സ്വത്ത് പങ്കുവെച്ചപ്പോ 1 സെന്റ് പോലും മൂത്ത മോൻ എന്ത് ചെയ്തില്ല, എഴുതി കൊടുത്തില്ലേ? എന്താ എഴുതി കൊടുക്കാഞ്ഞ്? എനിക്ക് വിശകലനം ചെയ്യാറിയില്ലേ? അപ്പൊ താഴെയുള്ള മോനാണ് എൻ്റെ ഗഡി. അവൻ പറഞ്ഞേ, ഞാൻ മാസ്റ്റർ ക്ലാസ് സ്ഥിരം കേൾക്കണ ആളാണ്. എൻ്റെ ചേട്ടൻ ആ സ്വത്ത് ഭാഗം വെച്ച പിന്നെ അപ്പനോടും മിണ്ടിയിട്ടില്ല. ആ ചേട്ടൻ പറയാണ്, എനിക്ക് സ്വർഗത്തിൽ പോണ്ട. എന്താ കാരണം? അപ്പൻ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ സ്വർഗത്തെ പോയി ഇഷ്ടപ്പെടുന്നില്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ അനിയൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് എഴുതി തന്ന 14 സെന്റ് സ്ഥലം ചില്ലി കാശ് വേണ്ട, ഞാൻ ചേട്ടനെ എഴുതി തരാം. കാരണം ഇവന് ആത്മീയമായിട്ട് എവിടേക്കാ ചേട്ടൻ പോണേന്നറിയാം. അപ്പനോട് മിണ്ടാണ്ടായി. അപ്പൊ ചേട്ടന് നല്ല ആരോഗ്യമുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഈ വിദ്വേഷം ഉള്ളില് അപ്പനോട് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കണത് മനസ്സിലായി. എന്നാ ഈ ചേട്ടന് സ്വന്തമായിട്ട് സമ്പത്തുണ്ടോ? കോടികളുടെ അസറ്റാണ്. എൻ്റെ അപ്പൻ എന്നോട് ചെയ്തത് എനിക്കത് സഹിക്കാൻ പറ്റില്ല. ക്ലിയർ ആയെന്ന് കേൾക്കാം. ഞാൻ നഗ്നനാവാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പറഞ്ഞു തരണേ, അഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പറയണേ. പ്രിയമുള്ളവരെ, ഈ അനിയൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടന് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ചേട്ടൻ എൻ്റെ സ്ഥലം മുഴുവൻ എടുത്തോ. എനിക്ക് അപ്പൻ തന്നില്ല, അപ്പൻ തരണമെന്ന്. അപ്പന് പിന്നെ എങ്ങനെ കൊടുക്കാൻ പറ്റുക? അങ്ങനെ ഒരു ദിവസം ചേട്ടനനിയനും സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ് ആള് എവിടെയാണ്, ജപ്പാനിലേക്ക് ഒരു ടൂറ് പോകാനായിട്ട് നിൽക്കണം. എൻ്റെ തലേദിവസം ആളും മരിച്ചു പോവുക, വിഷമിച്ച്. അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങൾ ചത്തുപോകുന്ന നിങ്ങൾ പേടിച്ചിട്ടോ ഇതൊന്ന്. അതായത് ഇതിനെക്കാട്ടിലും അപ്പുറത്ത് അപ്പനോട് ചെയ്തിട്ട് ഞാൻ ചത്തിട്ടില്ല. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ്. എൻ്റെ ഇഷ്ടം പോലെ സുഹൃത്തുക്കളാണ് എനിക്ക്.
കല്യാണത്തിന് വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കല്യാണം നടത്തുമ്പോൾ ആകെ ബന്ധുക്കളിൽ ചുറ്റുവട്ടത്തുള്ളവരെ മാത്രമേ വിളിക്കാറുള്ളൂ. ഞാൻ വിളിക്കുകയാണെങ്കിൽ 10,000 പേരെ വിളിക്കണം. 50 കൊല്ലത്തെ സഭാ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ കോളേജിലുള്ളവരെ വരെ വിളിച്ചില്ലേ. കാരണം എളിയ ജീവിതം, ചുരുങ്ങിയതുള്ളത് ചെയ്യുക, അതാണ് എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ പിന്തുടരുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ കാണിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനും ഇല്ല, ഒന്നുമില്ല. എൻ്റെ അപ്പൻ എൻ്റെ പല്ലൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ ഇട്ട് കെട്ടിയതാണ് കേട്ടാ. ഞാൻ പറഞ്ഞ അപ്പനോട്, അപ്പാ കാണുന്ന പോലെയല്ല മനുഷ്യന്മാർക്ക് ഭംഗിയല്ല ഉണ്ടാവണ്ടേ, പിന്നെ എന്താ ഉണ്ടാവേണ്ടത്? ഹൃദയശുദ്ധിയാണ് ഉണ്ടാവേണ്ടത്. വിശുദ്ധ പത്രോസ് പറഞ്ഞില്ലേ, നിങ്ങളുടെ പിന്നിയ മുടിയോ ആഭരണമോ അല്ല നിങ്ങളുടെ സൗന്ദര്യം, പിന്നെന്താണ്? ഹൃദയ വിശുദ്ധിയുള്ളവരാണ്, വിശുദ്ധിയാണ്. അങ്ങനെ അപ്പനെ വെല്ലുവിളിച്ചിട്ട് പ്രിയമുള്ളവരെ ഈ പല്ലും കൊണ്ട് നടക്കണ ഞാൻ. ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്തെന്ന്, ഫ്രാൻസിസ് 5000 രൂപ തന്നാൽ ഞാൻ മമ്മൂട്ടിയുടെ ചായയിലാക്കി തരാം. ആരുടെ ചായയിൽ? എൻ്റെ മക്കളൊക്കെ നല്ല സൗന്ദര്യമുള്ളവരല്ലേ, അതെൻ്റെ ഒറിജിനൽ, എൻ്റെ സൗന്ദര്യമാണ്, അത് ആക്കി തരാം. ഏയ്, എൻ്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, അത് വേണ്ട, ഇപ്പം നിങ്ങളെ കണ്ടിട്ട് സെറ്റായിട്ടുണ്ട്, ഈ മോന്ത തന്നെ മതി എന്ന് പറഞ്ഞു. മനസ്സിലായി? ഇനി ഈ ചായന്ന് വിട്ടിട്ട് വേറൊരു ചായയിലുള്ള ഭർത്താവിനെ സ്വീകരിക്കാൻ അവളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആയില്ല? ഞാൻ അത് ഉപേക്ഷിച്ചതാണ്. കാരണം എനിക്കറിയാം ഹൃദയശുദ്ധിയാണ്. ഹൃദയശുദ്ധിയുള്ളവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ദൈവത്തെ കാണും. പ്രിയമുള്ളവരെ, പലപ്പോഴും കുടുംബത്തിലെ വീടിനകത്തെ അസമാധാനത്തിൻ്റെ വേര് എവിടെ നിന്നാണ് വരുന്നതെന്നറിയും നിങ്ങൾക്ക്? അതായത് ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളോട് ഞാൻ പറയാണ്, ചില അപ്പന്മാർ കുടിയന്മാരാവും, ചില അപ്പന്മാർ ചിലപ്പോൾ നിങ്ങളെ എൻജിനീയറിങ്ങിന് വിട്ടുണ്ടാവില്ല. ആരെ വിട്ടുണ്ടാവും? ചേച്ചീനെ വിട്ടുണ്ടാവും. ചില അപ്പന്മാർ ആൺമക്കൾക്ക് കൂടുതൽ എന്ത് കൊടുത്തിട്ടുണ്ടാവും? പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവും. ഞാൻ പെണ്ണുങ്ങളോട് മാത്രമേ പറയുന്ന, ആണുങ്ങളോടുള്ള ആണുങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം അങ്ങനെ അപ്പൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പനോടും അമ്മയോടും എന്ത് തോന്നും? ആങ്ങളേനെ ഉണ്ടാക്കിടപ്പൻ ഒക്കെ കൊടുത്തോ. അവസാനം അപ്പൻ എൻ്റെ അടുത്തേക്ക് എൻ്റെ വരട്ടി വരും. തന്തേ എന്നുള്ളിലേ പറയുള്ളൂ, പുറത്തേക്ക് പറയില്ലേ. അവസാനം അങ്ങനെയല്ലേ ഉണ്ടാവുക. ആരെയാണോ ഉപേക്ഷിക്കുന്നത് അവരാണ് ആരെ നോക്കുക? മാതാപിതാക്കളെ നോക്കുള്ളൂ. അല്ലാണ്ട് സ്നേഹിക്കുന്നവരെ തള്ളിക്ക് പറയും. അതങ്ങനെ ദൈവം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ കൂടുതൽ പക്ഷഭേദം കാണിക്കുന്നവരെ തള്ളി പറയും. അപ്പോൾ പ്രിയമുള്ളവരെ, അപ്പനമ്മ അന്വേഷിച്ചിട്ട് നിങ്ങൾക്കൊരു കല്യാണം കഴിച്ചു തന്നു. എന്ത് കഴിച്ചു തന്നു? കല്യാണം കഴിച്ചു തന്നു. അപ്പം നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് അപ്പനോട് ഒരു അകൽച്ചയും. ഒരു വീട്ടിൽ എന്നോട് ഒരു പെണ്ണ് പറഞ്ഞതാ, എന്നെ ആങ്ങള എന്നെ ഇടിക്കും. അപ്പം അമ്മ പറയും, നിന്റെ വായയിലെ നാവ് അങ്ങനത്തെ ചെയ്തുകൊണ്ടാണ് നിനക്ക് 2 എണ്ണം എന്ത് ചെയ്യേണ്ടതാ? കിട്ടേണ്ടതാ. അപ്പം ഞാൻ ചോദിക്കണത്, ആ പെണ്ണിന് അമ്മയോടും അപ്പനോടും സ്നേഹം ഉണ്ടാവുമോ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണോ? ആ പെണ്ണിന് അമ്മയോടും അപ്പനോടും സ്നേഹം ഉണ്ടാവുമോ? ഇല്ല. അത് അവളുടെ ഉള്ളിലുണ്ടാവുമോ? അത് ആ പെണ്ണിൻ്റെ ഉള്ളിലുണ്ടാവുമെന്ന് ഓർമ്മയിലില്ല. പക്ഷെ എവിടെ ഇല്ലേ? അത് പുറത്തേക്ക് വരും. എപ്പോഴാണ് പുറത്തേക്ക് വരിക? ആണുങ്ങൾക്ക് എപ്പോഴാണ് പുറത്തേക്ക് വരിക എന്നറിയാം. അവർ 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയ കാര്യം മാത്രമേ പറയുള്ളൂ. പെണ്ണുങ്ങൾക്ക് സങ്കടം വന്നാൽ പഴയത് മുഴുവൻ എന്ത് ചെയ്യും? വിളിച്ചു പറയും. ദേഷ്യം വരുമ്പോൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ കൗൺസിലിങ്ങിൽ പറയേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പറയും. ദേഷ്യം വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വിളിച്ചു പറയാനുള്ളത്? എന്നെ കെട്ടിച്ചപ്പോൾ അങ്ങനെ ചെയ്തു, എൻ്റെ അനിയത്തിക്ക് കൊടുത്തു, എനിക്ക് തന്നില്ല, ശരിക്കും ആലോചിക്കേണ്ടതാണ് ഈ കല്യാണം നടത്തിയത്, അല്ലെങ്കിൽ ഞാൻ ഇതിനേക്കാൾ എന്തോരം നല്ല സ്ഥലത്തേക്ക് പോകേണ്ടതാണ്.
പ്രിയമുള്ളവരെ, ആദ്യം തന്നെ തിരിച്ചറിയുക, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞാൻ എൻ്റെ മക്കളോട് 4 ആളോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരാൻ അപ്പനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അത് അപ്പന് കഴിയൂല. അതുകൊണ്ട് അപ്പൻ ഞങ്ങൾക്കിത് ചെയ്തു തന്നില്ല എന്ന് പരിഭവം പറഞ്ഞാൽ നിങ്ങൾക്കത് കൊണ്ടു നടക്കാതെ മാത്രം. അപ്പനെ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ കാര്യം ഞാൻ പറയണ, അഴിച്ചിടാനാ പറയണ. ആരുടെ മുമ്പില്? ദൈവത്തിന്റെ മുമ്പില്. അപ്പൊ പ്രിയമുള്ളവരെ, നമുക്ക് ഭർത്താവിനെ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വീകരിക്കാൻ പറ്റില്ല. ആരെ സ്വീകരിക്കാൻ പറ്റില്ല എന്ന്? ഭർത്താവിനെ. പുത്രി, നിന്റെ പിതൃഭവനത്തെ നീ ഉപേക്ഷിക്കുക, എന്നിട്ട് ഭർത്താവിന്റെ വീട്ടിൽ റാണിയായി വാഴുക. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ഉപേക്ഷിക്കല് നടന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പെണ്ണുങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങളുടെ ഭർത്താവിനെ, ആ കുടുംബത്തെ, അവരുടെ മാതാപിതാക്കളെ, ആ സാഹചര്യങ്ങളെ, ഭർത്താവിൻ്റെ കുറവുകളെ 100% നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുക. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അപ്പൊ പ്രിയമുള്ളവരെ, കൊച്ചു തോബിയാസിന്റെ പുസ്തകത്തില്, തോബിയാസിന്റെ കഥയില്, ഞാൻ പിന്നെ ദൈവത്തിനോടൊക്കെ വർത്തമാനം പറയുന്ന ആളാ. ഞാൻ എൻ്റെ മകൻ്റെ കല്യാണം ആലോചിക്കുമ്പോൾ ഒരു ദിവസം റാഫേൽ മാലാഖോട് ചോദിച്ചു, എന്തെന്ന്, നീ കഥാപാത്രം തന്നെയാണോ അത് ഒറിജിനൽ മാലാഖ തന്നെയാണോ എന്ന്. തേങ്ങേരം കൂടെ അന്വേഷിച്ചിട്ട് ഒരു കാര്യം ശരിയാവണില്ല എന്ന് പറഞ്ഞേ. കറണ്ട് പോയില്ലോ ദൈവമേ. മാലാഖയുടെ കാര്യം പറഞ്ഞ വഴിക്ക് കേൾക്കാനില്ലേ നിങ്ങൾക്ക്? ഇല്ലേ? നീ ഒറിജിനലാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിച്ചു. ഒറിജിനലാണെങ്കിൽ എൻ്റെ മകൻ്റെ കല്യാണം നടത്തി തരുന്നത്. ഈ വക പണിയുള്ള എനിക്ക് ദൈവത്തിൻ്റെ അടുത്ത്. നിങ്ങൾ ദൈവത്തോട് വർത്താനം പറയാറുണ്ട? പറയാറുണ്ട? ഹല്ലേലൂയ. ദൈവത്തോട് സംസാരിക്കാറുണ്ട്? ദൈവം പറയുന്നത് കേൾക്കാറുണ്ട്? യാക്കോസ്ലിയ പറയാണ്, നിങ്ങൾക്ക് അറിവ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് തന്നെ നേരിട്ട് ചോദിച്ചുകൊള്ളുവിൻ. മാർപ്പാപ്പോട് ചോദിക്കാനല്ല പറഞ്ഞേ, മെത്രാനോട് ചോദിക്കാനല്ല പറഞ്ഞേ, അച്ഛനോട് ചോദിക്കാനല്ല പറഞ്ഞേ, സുശേഷകരോട് ചോദിക്കാനല്ല പറഞ്ഞേ. ആരോട് ചോദിക്കാനാ പറഞ്ഞേ? ദൈവത്തോട്. ദൈവം നിങ്ങൾക്ക് ഉത്തരം നൽകും. യേശു വിടവാങ്ങുന്ന സമയത്ത് പറയേണ്ടത് എന്താണെന്നറിയോ? ഇതുവരെ ഞാൻ നിങ്ങളോട് ദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഇനി നിങ്ങൾ നേരിട്ട് തന്നെ ദൈവത്തോട് ചോദിച്ചു കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിലൂടെ യേശു എന്താ ചെയ്യണേ? യേശു വിശുദ്ധ കുർബാന നമുക്ക് തന്നു കഴിയുമ്പോൾ ഞാൻ യേശുവിലും, യേശു എന്ന് പറഞ്ഞാൽ ഞാനും അവനൊരു ശരീരമാണ്. അപ്പൊ എൻ്റെ ശിരസ് ഏതാ? യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ ശരീരം ഏതാ? പേടിയുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കാൻ കുഴപ്പമില്ല, കുഴപ്പമില്ല. കാരണം ഈ ചെകുത്താനെ, മാലാഖേനെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ ചെകുത്താൻ വരും. പ്രിയമുള്ളവരെ, ഞാൻ ഈ മാലാഖോട് ചോദിച്ച് ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്താം നമുക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ളവരെ, മാലാഖോട് ചോദിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ കല്യാണം ശരി. അത് മാലാഖയുടെ പള്ളിയിൽ നിന്ന് തന്നെ. അപ്പം ഞാൻ ഈ മാലാഖോട് ചോദിച്ചിട്ട് മാലാഖ ഉണ്ടെന്ന് എനിക്ക് എങ്ങനെയാ ബോധ്യം വന്നേ? മാലാഖ ഉണ്ടെന്ന് ബോധ്യം വന്നത് കല്യാണം നടന്നപ്പോഴാണോ? അല്ല. അടുത്ത ദിവസം ഞാൻ ഇതുപോലെ ഒരേ ധ്യാന കേന്ദ്രത്തിൽ അച്ഛന്മാരായിട്ടും ഞങ്ങൾ സുഹൃത്തുക്കളാണ്. പട്ടത്തച്ഛനെ വെറുതെ കാണാൻ പോയി. കാണാൻ പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പോരുമ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് നീ പിശാചിനെ കണ്ടുപിട്ടെന്ന് പറഞ്ഞു. മാലാഖേനല്ല, ആരെ കണ്ടുപിട്ടെന്ന് പറഞ്ഞു? പിശാചിനെ. ഇന്ന് നീ പിശാചിനെ കണ്ടുപിട്ടെന്ന് പറഞ്ഞു. എങ്ങനെ പിശാചിനെ കണ്ടുപിട്ടുക?
നിങ്ങൾക്ക് പിശാചിനെ കണ്ടുമുട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഭാര്യ ഭർത്താവിനോടൊരു വാചകം പറയാ. ആ വാചകം പറഞ്ഞാൽ ഭർത്താവ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അർത്ഥം മനസ്സിലാക്കുക. ഭർത്താവ് ഭാര്യയോടൊരു വാക്ക് പറയാ, അപ്പം എന്തുണ്ടാവും? നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഒരു അർത്ഥം അവള് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളോടൊരു ചെറിയ ഉപദേശം കൊടുക്കുമ്പോഴേക്കും അവർ പൊട്ടിത്തെറിക്കും. ഒറ്റ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ വീട്ടിലുള്ള ആർക്കും മനസ്സിലാവില്ല. മകനോടൊരു കാര്യം പറഞ്ഞാൽ മകളോടൊരു കാര്യം പറഞ്ഞാൽ ഓടിപ്പോയിട്ട് മുറി അടച്ചിടും. കേൾക്കണ്ട പറയരുത്, കേൾക്കണ്ട പറയരുത്. ദൈവാത്മാവാണെങ്കിൽ ഡയലോഗാണ്, സംസാരിക്കും. ചെകുത്താനുണ്ടോ എന്നറിയണമെങ്കിലുള്ള മാർഗം ഇതാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കോളേജിൽ ഇപ്പോഴും ജോലിയുണ്ട്. ഞാൻ ജോൺ മത്തായി സെന്ററിൽ ഒരു പ്രത്യേക 1-2 വിഷയം ഞാൻ അവിടെ പഠിപ്പിക്കണേ. ഞാൻ പറയുന്നതല്ല അവർക്ക് മനസ്സിലാവണം, അവർ പറയുന്നതല്ല എനിക്ക് മനസ്സിലാവണം. ഞങ്ങൾ വഴക്കായി. അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ അറിഞ്ഞു തന്നിട്ട് വഴക്കായി. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മാലാഖയോട് പ്രാർത്ഥിക്കാൻ. പ്രിയമുള്ളവരെ, പുഷ്പം പോലെ അത് സോൾവ് ചെയ്തു പ്രശ്നം. അതായത് എങ്ങനെയാണ് അപ്പോൾ ഈ ചെകുത്താൻ കടന്നു വരുന്നത്? അതാണ് ഈ കൊച്ചു തോബിയാസിൻ്റെയും ജീവിതത്തിൽ ആ കല്യാണം കഴിഞ്ഞിട്ട് ചെകുത്താൻ കയറുന്നു. ആ പെണ്ണിൻ്റെ ഭർത്താക്കന്മാരെ കൊന്നുകളയുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, ആ ഉപദേശത്തിലാണ് പറയണേ, പുത്രി, നിന്റെ പിതൃഭവനത്തെ നീ മറന്നേക്കുക, അപ്പോൾ നീ ഭർത്താവിൻ്റെ വീട്ടിൽ നീ റാണിയായി വാഴും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ പ്രിയമുള്ളവരെ, പൂർണ്ണമായിട്ട് മാതാവിനെയും പിതാവിനെയും ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ മാലാഖ അനുഗമിക്കുമ്പോൾ ഒരു അച്ഛന് ഒരു പ്രസംഗം പറയായിരുന്നു. ഇവിടെ പൂർണ്ണമായിട്ട് ഭർത്താവിന് സാറ എങ്ങനെ ഭർത്താവിന് വിധേയമായി അതുപോലെ നിങ്ങൾ ജീവിക്കുവിൻ, ഭർത്താവ് നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന അവസ്ഥയിലേക്ക് വരണമെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഇതുപോലെയുള്ള എനിക്ക് ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, അനിയത്തിക്ക് ഇങ്ങനെ ചെയ്തു, അങ്ങനെയുള്ള എല്ലാ പരാതികളെയും കളഞ്ഞിട്ട് വേണം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരാൻ. എങ്കിൽ മാത്രമേ പിശാച് നിങ്ങളെ ഹോണ്ട് ചെയ്യാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്നതെല്ലാം വിപരീതമാകും, തൊടുന്നതെല്ലാം വിപരീതമാകും. ഭക്ഷണം തന്നാൽ അത് പ്രശ്നമാവും, ഭക്ഷണം തന്നില്ലെങ്കിൽ അത് പ്രശ്നമാവും. സാരി മേടിച്ചാൽ പ്രശ്നമാവും, സാരി മേടിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. അപ്പം ആണുങ്ങൾ പറയാൻ തുടങ്ങും, കൈതമുള്ളിനെ ഒഴിയുന്ന പോലെയാണ്, അങ്ങോട്ട് ഒഴിയാനും പറ്റില്ല, ഇങ്ങോട്ട് ഒഴിയാനും പറ്റില്ല. ഇത് ഭാര്യമാരോട്. ഭർത്താക്കന്മാരോടോ? അപ്പൊ പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് മരിക്കാൻ കിടക്കുമ്പോൾ പോലും പെണ്ണുങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ. എൻ്റെ അപ്പൻ എന്നെ ശരിക്ക് ചെയ്യാത്ത കാരനാണ് ഈ കിഴങ്ങനെ എനിക്ക് കെട്ടേണ്ടി വന്നതെന്ന്. ഭർത്താക്കന്മാരോ? ആണുങ്ങളാണ് കൂടുതൽ ഡേഞ്ചറസ്. പ്രിയമുള്ളവരെ, അമ്മേനെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു പുരുഷനെ ഒരിക്കലും സ്ത്രീയെ സമ്പൂർണ്ണ ഹൃദയത്തോടെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല, ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ ആണുങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പനമ്മേനെയും കുറിച്ചുള്ള പരാതി. എനിക്ക് ലൂർദ് പള്ളിയിലെ ചവിട്ട് പടിയുമ്പോൾ ഞാൻ 20 വയസ്സ് തൊട്ട് 200 ഒടിഞ്ഞതാ, ഈ 67 വയസ്സിലും പോവും. അപ്പോൾ ഒരു കോവിഡ് കാലത്ത് ഒരു ചേട്ടൻ പറയല്ലേ, എൻ്റെ അപ്പനെ ചേട്ടന് കാത്തലിക് സിറിയൻ ബാങ്കിൽ മേടിച്ചു കൊടുത്തു. ഞങ്ങൾ ലൂർദ് പള്ളി ഇടവക്കാർക്ക് കംപ്ലീറ്റ് ജോലി എവിടെയാ? ഒന്നുകിൽ കാത്തലിക് സിറിയൻ ബാങ്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അപ്പന് മേടിച്ചു കൊടുത്തു. എന്നിട്ട് പറയല്ലേ, ആ തെണ്ടി എനിക്ക് മേടിച്ചു തന്നില്ല എന്ന്. പ്രായം എത്രയുണ്ട് ഇയാൾക്ക്? എന്നെക്കാട്ടിലും സീനിയറാ. ഇയാൾക്കപ്പോൾ ജോലിയൊന്നും കിട്ടിയില്ലേ? കസ്റ്റംസിൽ ജോലി കിട്ടി. കസ്റ്റംസിന്റെ സൂപ്രണ്ടായിട്ട് ഭാര്യയും ഭർത്താവ് റിട്ടയർ ചെയ്തു. ഒരു മോള് ഓസ്ട്രേലിയയിൽ, മറ്റേ മോള് ന്യൂസിലൻഡിൽ. ഇയാൾ സുഖമായിട്ട് ഓരോ പെഗ്
ശിവാശ്രീയിൽ വിസ്കിയൊക്കെ കുടിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന ആളാണ് പറയണേ. അപ്പൊ എനിക്ക് ജോലി അന്ന് മേടിച്ചു തന്നില്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കോവിഡ് കാലത്ത് ഭാര്യയും ഭർത്താവും മരിച്ചുപോയി. ഈ അസ്വസ്ഥത ഭാര്യയെ സ്വീകരിക്കുന്നതിൽ അതിലേക്കാണ് നയിച്ചു വരിക. വീട്ടിൽ നിന്ന് നമ്മൾ എടുക്കുന്ന എല്ലാ വിഴുപ്പ് ഭാണ്ഡങ്ങളും എവിടേക്കാ കൊണ്ടുവരിക? നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തില്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയില്ല. ഈ ഭാര്യയെ 100% സ്വന്തമായിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമ്മെ കൊണ്ട് കഴിയൂ. അത് ഇവളെ കെട്ടിയത് കൊണ്ടാണോ എനിക്ക് ഈ ഗതികേടൊക്കെ ഉണ്ടായത്? നിസ്സാരമായ ചോദ്യമാണ്. ആ പ്രശ്നത്തിൽ നിന്ന് എന്താ നമുക്ക് മോചനം കിട്ടാത്തത്? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വൈദികന്റെ പ്രസംഗം കേട്ടതാണ്. ഒരു ഭാര്യ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും ക്ഷമിക്കും, ഒറ്റ കാര്യം ക്ഷമിക്കില്ല. എന്താണ് ക്ഷമിക്കാത്ത കാര്യം? എന്താണ് ക്ഷമിക്കാത്ത കാര്യം? ഭർത്താവിൻ്റെ ഹൃദയത്തിൽ ഒരു പെണ്ണ് അവളല്ലാത്തത് അതിൻ്റെ അകത്ത് വന്നാൽ അത് സ്വീകരിക്കാൻ ഭാര്യയെ കൊണ്ട് കഴിയില്ല. ഭർത്താവിൻ്റെ ഹൃദയത്തിലെ ഭാര്യ അല്ലാത്ത ഒരു പെണ്ണ് വന്നാൽ ഭാര്യ അതെങ്ങനെ അറിയുക? ഞാൻ വഴിയൊക്കെ പോണ പെണ്ണുങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള പെണ്ണിനാ, ഈ ദൈവമേ ഇത് എൻ്റെ വല്ലവരും കേൾക്കാവോ? നല്ല പെണ്ണിനെ കണ്ടാൽ ഇത് കൊള്ളാവുന്നല്ലോ, ഇവളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ദൈവമേ ഇവളേക്കാൾ ഏത് എന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നായം പോലെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഭാര്യ അറിയുക. അതെങ്ങനെയത്? പ്രിയമുള്ളവരെ, സിനിമ കണ്ടിട്ടായാലും നിങ്ങളുടെ മൊബൈൽ കണ്ടിട്ടായാലും പുരുഷന്മാര് ഒരു പ്രാവശ്യം സൂക്ഷിച്ച് ഒരു പെണ്ണിന്റെ മുഖത്ത് വയ്ക്കിയാൽ അത് നിങ്ങളുടെ ഭാര്യ അറിയും. എങ്ങനെ അറിയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. വ്യഭിചാരം ചെയ്യരുതെന്ന് നമ്മുടെ പിതാമഹന്മാര് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കാമാസക്തിയോടുകൂടി ഒരു സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ അതിനാൽ തന്നെ നീ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. പിശാച് നമ്മെ ഏറ്റവും കൂടുതൽ പ്രലോഭിപ്പിക്കുന്ന ഒരു മേഖലയാണിത്. വ്യഭിചാരം ചെയ്യാൻ ആണുങ്ങളൊന്നും പോണ്ട. 100% ആ ഭാര്യയ്ക്ക് കുറവുകളുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് 1000 കുറവുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, ഞാൻ പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥന എത്തിക്കുന്നതും പോലും ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഈ പെണ്ണുകാരനായി ഈ പെണ്ണല്ലാണ്ട് വേറെ പെണ്ണാണെങ്കിൽ ഞാൻ നശിച്ചുപോയന്. അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് ഞാൻ വരുന്നതിലുള്ള ഒരു കണ്ണി, എനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അമ്മയാണ് എൻ്റെ അമ്മ, എനിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല അപ്പനാണ് എൻ്റെ അപ്പൻ എന്ന ആ ഉപേക്ഷിക്കൽ നടക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിലും മക്കളിലും സംതൃപ്തിപ്പെടാനായിട്ട് കഴിയുക. അല്ലെങ്കിൽ എന്തു ചെയ്യും? മാതാവ് നഗ്നനാവാതെ കല്യാണത്തിൽ വന്നിട്ടുള്ള ആളുകൾക്ക്, പ്രിയമുള്ളവരെ, ചില അപ്പന്മാര് മക്കളെ നീ എഞ്ചിനീയർ ആയില്ലെങ്കിൽ നിന്നെ കൂട്ടാൻ വയ്ക്കുന്നു പറയുന്ന അപ്പന്മാരുണ്ട്. കാരണം അവർക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന ചില മോഹങ്ങളുണ്ട്. ആ മോഹങ്ങള് മക്കളിലൂടെ പൂർത്തിയാക്കാനായിട്ട് നമ്മൾ ബലം പിടിക്കും. പലപ്പോഴും കുടുംബം തകർന്ന് തെരിപ്പണമായി പോകും. ഒറ്റ കാര്യം, പ്രിയമുള്ളവരെ, ഞാൻ ഒരു ഒറ്റ വാചകത്തെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നഗ്നനായിട്ട് വേണം കല്യാണം കഴിക്കാൻ.
നഗ്നനായിട്ട് വേണം അച്ഛനാവാൻ. ഇതെന്നെ പഠിപ്പിച്ച ആള് ഫ്രാൻസിസ് അസീസിയാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. നഗ്നനായിട്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ചെറുപ്പത്തിൽ നമുക്ക് ഈ വഴക്കം ആരംഭിക്കും. ഏത് പ്രായത്തിൽ? 5 വയസ്സിലും 6 വയസ്സിലും 7 വയസ്സിലും. ഒരിക്കൽ എൻ്റെ ഒരു കൂട്ടുകാരനാണോ എന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥിയാണോ എന്ന് ചോദിച്ചാൽ വിദ്യാർത്ഥിയാണ്. അവനെ കാറ്റീസം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനായിട്ട് ആകെ 2-3 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ 22 വയസ്സുള്ള എപ്പോഴാണ് എവിടെ ജോലിക്ക് കയറണേ? സെൻറ് തോമസ് കോളേജിൽ അധ്യാപകനാവണേ. അപ്പം 20 വയസ്സുള്ളവരെന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻ്റായിട്ട് വരണവൻ ആരാണ്? 22 വയസ്സുള്ള എനിക്ക് 20 വയസ്സുള്ള കൂട്ടുകാരുണ്ടാവില്ലേ? പ്രിയമുള്ളവരെ, അവൻ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച് ജോലി കിട്ടി. കല്യാണം കഴിഞ്ഞ് അവന് കുട്ടികളുണ്ടാവണില്ല. ഒരിക്കൽ ഒരു ചാനലുകാരൻ ചോദിച്ചു, ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ഒരിക്കൽ അച്ഛനൊരു ബോർഡ് വെച്ചു. എന്താണ്? കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് എന്തുണ്ടാവും? ധ്യാനം കൂടിയ കുഞ്ഞുങ്ങളുണ്ടാവും. ഉടൻ തന്നെ ചാനലുകാരൻ അച്ഛനെതിരെ എന്താ അവിടെ അച്ഛന്മാർക്ക് കുട്ടികളുണ്ടാക്കി കൊടുക്കുന്ന പണിയുണ്ടോ? അപ്പോൾ കളിയാക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഞാൻ ജെറുസലേമിലും ഡിവൈനിലും പല ധ്യാന കേന്ദ്രങ്ങളിലും വന്ന് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവണമെന്ന് കണ്ടിട്ടുണ്ടെന്ന്. ഇത് അങ്ങനത്തെ ഒരു സംഭവത്തിലേക്കാണ് ഞാൻ വരുന്നത്. ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ മാതാപിതാക്കളായിട്ട് എന്ത് ചെയ്യും? അകലും. ചാവറയച്ചൻ്റെ ചാവരുളില് ഒരേ വാചകമാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അതിലൊരു വാചകമുണ്ട്, ഇങ്ങനെയാണ്: മക്കളെ ബന്ധുവീട്ടിലേക്ക് അയക്കുന്നവർ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എന്ത് ചെയ്യുന്നവര്? അപ്പൊ അച്ഛൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പാടില്ലേ? മനസ്സിലായില്ല നിങ്ങൾക്ക്? അമ്മേരെ ആങ്ങളേരെ വീട്ടിലേക്ക് പാർക്കാനായിട്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പോയിട്ടില്ലേ? ഇല്ലേ? അത് പാടില്ല. അത് ചാവറയച്ചൻ. ഇതെന്താ ഈ അച്ഛൻ ഇത്ര ദേഷ്യം ബന്ധുവീട്ടിലേക്ക് വിടാനായിട്ട്? പ്രിയമുള്ളവരെ, ബന്ധുവീട്ടിലേക്ക് വിടും. ഞാൻ ഈ കുട്ടികളെ കുറിച്ച് ഇതൊക്കെ പഠിച്ച് ഇവരായിട്ട് കൗൺസിലിംഗ് നടത്തിയിട്ട് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയോ? എൻ്റെ വീട്ടിൽ എൻ്റെ പേരക്കുട്ടികളുണ്ട്. മകളുടെ മക്കളും ഒക്കെ വരുന്നുണ്ട്. ഈ മകളുടെ കുട്ടികളെ അപ്പാപ്പന്മാർ നോക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. എന്താ കാരണം? നമുക്ക് വേറെ ഉത്തരവാദിത്വമൊന്നും ഇല്ല. മിഠായി മേടിച്ചു കൊടുക്കുക, അവരെ കെട്ടിപ്പിടിക്കുക. നമ്മൾ ഉച്ചയാകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് എന്ത് ചെയ്യും? കിടന്നുറങ്ങും. അപ്പം ഈ കുട്ടികളെ എവിടെയാണ് പോവുക? അപ്പൻ്റെ അമ്മേര് അത്ര സൂക്ഷ്മത ഈ കുട്ടികളുടെ കാര്യത്തിൽ നമുക്കുണ്ടാവുമോ? ഇല്ലേ? ഒരാശങ്ക ഉണ്ടാവും. ഇവിടെ കൊണ്ടു നിർത്തിയിട്ട് വീണ് കയ്യും കാലും ഒടിഞ്ഞാൽ ദൈവമേന്ന്. അതല്ല പ്രതിസന്ധി. പല കുട്ടികളും കരങ്ങൾ ഉയർത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നത് ഇത്തരം സാഹചര്യങ്ങളില് മാതാപിതാക്കളായിട്ട് വഴക്കുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾ പിന്നെ കൂട്ടുകാരിലാണ് ആശ്രയം വയ്ക്കുക. കൂട്ടുകാരില് നമ്മളെക്കാൾ പ്രായമുള്ള കൂട്ടുകാരാണ് നമുക്കെങ്കിൽ, എൻ്റെ അപ്പൻ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: മോനെ, എൻ്റെ കൂട്ടുകാരൻ നിറച്ച് ക്രിമിനൽസും ഗുണ്ടകളാണ്, 15-16 വയസ്സിൽ. മോനെ, അവരുടെ കൂടെ പോയാൽ നിന്റെ സ്വഭാവം അവരെ പോലെയാവും. അപ്പം ഞാൻ അപ്പനെ പഠിപ്പിക്കും. എന്തെന്ന്? അപ്പ, ഞാൻ നല്ലവനും അവരാരാണ്? ചീത്തവരുമാണ്. ഞാൻ അവരുടെ കൂടെ കൂടിയാൽ അവരൊക്കെ ആരായിത്തീരും? വിശുദ്ധന്മാരായിത്തീരും. അവസാനം എന്തുണ്ടായി?
എൻ്റെ സ്വഭാവം ആരെ പോലെ ആയി തുടങ്ങി, അവരെ പോലെ ആയി തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ വിട്ട് മൂത്ത ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കൂടെ നമ്മൾ പോയാൽ വളരെ വലിയ ഒരു പ്രശ്നം. പിയർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സമപ്രായക്കാരാണ്, സമപ്രായക്കാർ. അതിന് മേലുള്ള കൂട്ടുകാരുടെ കൂടെ പോയാൽ അവരുടെ ചില വൈകൃതങ്ങളൊക്കെ നമുക്ക് പഠിച്ചു കിട്ടും. പ്രിയമുള്ളവരെ, എൻ്റെ ഈ വിദ്യാർത്ഥിയെ വളരെ ചെറുപ്പത്തിൽ അവന് ലൈംഗികമായി ചൂഷണത്തിന് വിധേയനായിട്ടുണ്ട്. അതെങ്ങനെയാ അവനിൽ നിന്ന് എടുത്തു കളയുക? അവനെന്തുണ്ടാവും? അവന് ലൈംഗികതയോട് തന്നെ വെറുപ്പാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ലൈംഗിക ജീവിതത്തോട് സ്നേഹം ഉണ്ടാവുക? മരണം വരെയല്ല ഞാൻ പറയുന്നത്, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കാലമെങ്കിലും നമുക്ക് അതൊരു ആസ്വാദനമാണ്, അത് ദൈവം തന്നിട്ടുള്ളതാണ്. അതിലേക്ക് പോലും പിടിച്ചു വലിക്കുന്ന ഈ മാനസികാവസ്ഥയിൽ നിന്ന് അവൻ എങ്ങനെ രക്ഷപ്പെടും? പ്രിയമുള്ളവരെ, 15 വയസ്സുള്ള ചേട്ടനും 10 വയസ്സുള്ള കുട്ടിയും, ഇതൊന്നും ക്രിമിനൽ കേസായിട്ട് സർക്കാർ കോടതി പോലും എടുക്കില്ലേ? കോടതിയിൽ ശിക്ഷിക്കുകയാണോ വേണ്ടേ? നമുക്ക് അത്തരത്തിലുണ്ടായിട്ടുള്ള മാനസികമായ നമ്മുടെ പ്രശ്നങ്ങൾ അതിജീവിക്കുകയാണോ വേണ്ടേ? ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ധൈര്യം ഉണ്ടാവില്ലേ? ഒരു പെണ്ണ് പറഞ്ഞതാണ്, എപ്പോഴും ആരെ എന്നെ പിന്തുടരുന്നതായിട്ട് തോന്നുന്നു. ഞാൻ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഭയം, ഏകാന്തത. അപ്പൊ പ്രിയമുള്ളവരെ, അപ്പനമ്മ എന്ന് പറയുന്ന നെക്സസിൽ നിന്ന് വിട്ട്, ശരിയാണ്, കൂട്ടുകാര്, നാട്ടുകാര്, ബന്ധുക്കള്, പ്രവർത്തകര്, അതിലേക്ക് നമ്മൾ വളരണം. ആ വളർച്ചയിൽ കൂട്ടുകാരെ അപ്പൻ്റെ പോലെ കണക്കാക്കിയാൽ, അങ്ങനെയുള്ള ഒരു അബദ്ധത്തിൽ ഈ കുട്ടി വന്നു പെട്ടു. ഞാൻ അവനോട് പറഞ്ഞു, നിനക്ക് മോനെ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നീ ആദ്യം എന്ത് ചെയ്യണം? നിന്നെ ആ ചൂഷണം ചെയ്ത കൂട്ടുകാരനോട് നിനക്ക് ക്ഷമിക്കാൻ കഴിയണം. അത് കഴിയണമെങ്കിൽ ഫണ്ടമെന്റലി നിന്റെ അപ്പനോടും അമ്മോടും നിനക്ക് വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല. ഒരിക്കൽ അവനെ കുട്ടീൻ്റെയായി, അവൻ്റെ കുട്ടീനെയൊക്കെ ഇപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കാറായി. ഞാൻ വളരുന്നതിനൊപ്പം എനിക്ക് 67 വയസ്സായിരുന്നുണ്ടെങ്കിൽ അവൻ എത്രയുണ്ട്? 20 വയസ്സുകാരന് 65 വയസ്സായിട്ടുണ്ട്. ലേറ്റായിട്ടാണ് കുട്ടീൻ്റെയത്. അപ്പൊ പ്രിയമുള്ളവരെ, അവർ നമ്മൾ ഉപേക്ഷിച്ചതാണ്, അവർക്ക് നമ്മളെ സ്നേഹമില്ല. അങ്ങനെയുള്ള ഈ തോന്നലുകൾ തെറ്റായ ബന്ധങ്ങളിലേക്കും കുടുംബ ബന്ധത്തെ സ്വീകരിക്കാതിരിക്കുന്നതിലേക്കും ഒന്നിലും സംതൃപ്തിയില്ലാത്ത അവസ്ഥയിലേക്കും, ഒന്നിലും നിങ്ങൾക്ക് ദൈവത്തോട് പറയാൻ പറ്റുമോ? പ്രായമായിട്ടുള്ള ആൾക്കാർക്ക്, എൻ്റെ പൊന്ന് ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പിന്നോക്കം ഒരു പോക്കില്ല, മുന്നോട്ടേ പോക്കുള്ളൂ. എനിക്ക് കിട്ടാനുള്ളതൊക്കെ ജീവിതത്തിൽ പറ്റാവുന്ന അത്ര സന്തോഷങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതാത് പ്രായത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. എനിക്ക് ഇനി കിട്ടാനായിട്ടൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ, എൻ്റെ അപ്പ അമ്മയും മക്കൾ സന്തോഷിക്കണ കാണുമ്പോൾ നമുക്ക് കുശുമ്പ് വരും. അതുകൊണ്ട് എന്ത് പാഠമാണ് ഇപ്പം ഇന്ന് നമ്മൾ കുറച്ച് നേരം ഇതിനെക്കുറിച്ച് ഫ്രാൻസിസ് അസിസിനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ വന്ന പാഠം എവിടേക്കാണ്? മാതാവിനെയും പിതാവിനെയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടി സ്നേഹിക്കുക, അവരോട് വിദ്വേഷമുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കുക, അത് നമ്മൾ തിരിച്ചറിയുക. നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടി, കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ ഒരു വയറുവേദനയായിട്ട് നടക്കണേ, എന്തെന്നാ ദൈവത്തോട് പ്രാർത്ഥിക്കണ്ടേ? വേദന മാറ്റി തരാൻ പ്രാർത്ഥിക്കണം. എന്തെന്നാ പ്രാർത്ഥിക്കണ്ടേ? നിങ്ങൾ എനിക്ക് എന്തെന്നാ ഉപദേശം തരുക? മാറാൻ പ്രാർത്ഥിക്കണം. ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, എന്തെന്ന്? നിനക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്ത് മാറ്റിയാൽ മതി എന്ന് മാറ്റിയാൽ മതി.
ഇതെന്റെ നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്ന് എനിക്ക് ഇത് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇത് നല്ലതിനാണോ ചീത്തയ്ക്കാണോ എന്ന് എനിക്ക് അറിയില്ല. പല ആഗ്രഹങ്ങളും നമ്മുടെ നടക്കില്ല. നല്ലതിനാണോ ചീത്തയ്ക്കാണോ നമുക്കറിയില്ല. ആ ഒരു ആത്മീയതയിലേക്ക് നമ്മൾ വളരണമെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളിലും എവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നതിൻ്റെ ഒരു കേന്ദ്രത്തിലാണ് ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അദ്ദേഹം വളർന്നെത്തിയത് എവിടേക്കാണ്? വളർന്നെത്തിയത് ഒരിക്കൽ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എന്താണ്? മരണമേ സഹോദരി വരൂ. എന്തെന്നാ പ്രാർത്ഥിക്കണേ? മരണമേ സഹോദരി വരൂ. മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ പ്രിയമുള്ളവരെ? മർത്യൻ. എന്താ മർത്യൻ? മർത്യൻ എന്താ? മരണം. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ കൂടപ്പിറപ്പാണ് ദുഃഖം. മനുഷ്യന്റെ കൂടപ്പിറപ്പാണ് രോഗം. മനുഷ്യന്റെ കൂടപ്പിറപ്പാണ് പരിമിതികൾ. മനുഷ്യന്റെ കൂടപ്പിറപ്പാണ് പല കാര്യങ്ങളും നമുക്കില്ല എന്നുള്ളത്. പല കാര്യങ്ങളും നമുക്കില്ല. ഞാൻ പലപ്പോഴും അവരെ പോലെ ആകണം എന്ന് ആഗ്രഹിച്ച പല വീട്ടുകാരുണ്ട്, പല ബന്ധുക്കളുണ്ട്. അവരെ പോലെ ആകണം. കണ്ട, അവർക്ക് എത്ര സ്ഥലം, അവർക്ക് എന്തിനു നല്ല വീടാ, അവർക്ക് എന്തിനു നല്ല മക്കളാ, അവരെ പഠിച്ചിട്ട് നോക്കിയേ, എനിക്ക് എന്നിട്ട് ഇതാ അങ്ങനെ ഇങ്ങനെ. പ്രിയമുള്ളവരെ, 4ാമത്തെ കുട്ടിയുടെ കല്യാണം വിളിക്കാനായിട്ട് പോയപ്പോ പല വീട്ടിലും ആര് മാത്രമുള്ളൂ? അപ്പാപ്പനും അമ്മാമയും. എൻ്റെ വീട്ടില് 2 ദിവസത്തേക്ക് എൻ്റെ പേരക്കുട്ടികളെ അവരുടെ വീട്ടിലേക്ക് വിട്ടപ്പോഴേ എനിക്ക് ചാവാനുള്ള ദുഃഖം ഉണ്ടായത്. എന്താ കാരണം? നമ്മളറിയണില്ല അവർ ഭാരമാണോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ മക്കളൊന്നും എനിക്ക് എന്തല്ല ഭാരല്ല. അവർക്ക് വേണ്ടിയിട്ട് ഒരു 2 ലക്ഷം രൂപ കടം മേടിച്ചിട്ട് അവറ്റകൾക്ക് തീറ്റ കൊടുത്താലും എനിക്ക് ഭാരല്ല. എനിക്ക് മരണം വരെ പോയാൽ ഈ മക്കളൊന്നും ഭാരല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ പ്രിയമുള്ളവരെ, നമുക്ക് നിസ്സാരമായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴേക്കും ഇതൊക്കെ നമ്മൾ മരണത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുഃഖത്തെ, ഈ രോഗത്തെ, ഇതിനെ സ്വീകരിക്കുകയും നേരിടുകയും ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടബാധ്യതയുണ്ടോ? ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. രോഗമുണ്ടോ? ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. മക്കളില്ലേ? ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. പിതാവേ, അതാണ് ഈ ഡെത്ത്, മരണം. പിതാവേ, ഈ പാനപാത്രം കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് നീ അകറ്റിത്തരണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമാണ്. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. രോഗത്തെയും ദുരിതത്തെയും ദുഃഖത്തെയും കടബാധ്യതയെയും ശൂന്യതയെയും മനുഷ്യന് വരണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളല്ല ദൈവം. നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനായിട്ടുള്ളതല്ല, അത് നിന്റെ നന്മയ്ക്കായിട്ടുള്ളതാണ്. ആൾവേസ്, എപ്പോഴും, നിരന്തരം ദൈവം നമ്മുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നാം തന്നെ സൃഷ്ടിച്ച പ്രതിസന്ധികൾ. ദൈവമാണെന്ന് നമ്മൾ പറയരുത്. നമ്മുടെ തന്നെ, അതായത് ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്നുണ്ട്, ദൈവം മനുഷ്യനെ സരള ഹൃദയനായി സൃഷ്ടിച്ചു. അവൻ്റെ സങ്കീർണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പ്രിയമുള്ളവരെ, രോഗിയാണോ? ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുക. ദൈവത്തോട് പറയാ, എനിക്ക് ഏതാ നല്ലതെന്ന് എനിക്കറിയില്ല, എനിക്കിത് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിന്റെ ഹിതം എന്താണോ
അത് നടപ്പിലാവണം. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ കടം ദൈവം നിങ്ങൾക്ക് വരുത്തുന്നതാണ്, നിങ്ങളുടെ രോഗം ദൈവം നിങ്ങൾക്ക് വരുത്തുന്നതാണ്. അല്ല, ദൈവം നിങ്ങളെപ്പോഴും നന്മയിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുന്നു. പല പ്രതിസന്ധികളും നമുക്കുണ്ടാകും. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ ദൈവകൽപ്പനകളോട് ചേർന്ന് നിൽക്കുക. ആ ദൈവകൽപ്പനകളുടെ അതിനു വേണ്ടിയിട്ടുള്ള 2 അറ്റമാണ് ഫ്രാൻസിസ് അസീസി കാണിച്ചു തന്നിട്ടുള്ളത്. ഒന്ന്, എല്ലാ ദുഃഖത്തെയും കരം നീട്ടി സ്വീകരിച്ചവനാണ്. ഫ്രാൻസിസ് അസീസി ഒരു തെണ്ടിയായിരുന്നു. ആരായിരുന്നു? എന്താ തെണ്ടി? തെണ്ടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തെണ്ടാൻ നടക്കുക. ദാനം തരുമോ? ആരാണ്? ഞാൻ ഫ്രാൻസിസ് അസീസിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. എവിടെ? അസീസിയിൽ പഠിക്കാൻ പോയതാണ്. എന്നെ കൊണ്ടുകുളം പിതാവ് പറഞ്ഞയച്ചതാണ് പഠിക്കാൻ ഇറ്റലിയിലേക്ക്. കോടാനുകോടി സ്വത്തിൻ്റെ ഉടമയായ ഇവൻ റോട്ടിൽ തെണ്ടി നടക്കുക. ധർമ്മം തരുമോ? എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? എൻ്റെ ഭാര്യ എനിക്ക് തന്നത് മുഴുവൻ എന്താണ്? എൻ്റെ അവകാശമല്ല. എന്താണ്? ദാനമാണ്. അതെവിടെ നിന്ന് ആരംഭിക്കണം? എൻ്റെ അപ്പൻ എനിക്ക് തന്നതെല്ലാം ദാനമാണ്. എൻ്റെ അമ്മ എനിക്ക് തന്നതെല്ലാം ദാനമാണ്. ദൈവമേ നന്ദി പറയണു. എൻ്റെ ഭാര്യ എനിക്ക് തന്നിട്ടുള്ളതെല്ലാം ദാനമാണ്. ദൈവമേ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മക്കൾ എനിക്ക് ചെയ്തു തരുന്നതെല്ലാം ദാനമാണ്. ദൈവമേ നന്ദി പറയുന്നു. എൻ്റെ പേരക്കുട്ടികൾ എനിക്ക് ചെയ്യുന്ന ദാനമാണ്. ദൈവമേ നന്ദി പറയുന്നു. എൻ്റെ വിദ്യാർത്ഥികൾ എനിക്ക് ചെയ്തു തരുന്നതെല്ലാം ദാനമാണ്. നന്ദി പറയുന്നു. ഇതാണ് തെണ്ടി എന്ന വാക്കിൻ്റെ അർത്ഥം. അതെ, ഫ്രാൻസിസ് ഒരു തെണ്ടിയായിരുന്നു. ലോകം മുഴുവൻ അവനെ കളിയാക്കുകയായിരുന്നു. എൻ്റെ വീട്ടിൽ പ്രാർത്ഥന കഴിയുമ്പോൾ പേരക്കുട്ടികളടക്കം പാടുന്ന പ്രാർത്ഥനയുണ്ട്. നന്ദി ദൈവമേ, നിത്യവും നന്ദി ദൈവമേ. ആ ദൈവത്തോട് മാത്രമല്ല ചൊല്ലണ്ടേന്ന്. അപ്പൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കള്, അധ്യാപകൻ, സഹോദരൻ, അച്ഛൻ, ഇങ്ങനെ ചെല്ലുമ്പോൾ വേദനകളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ, ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. അതിനായി പ്രിയമുള്ളവരെ, ഈ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പിൽ തുറന്നു വയ്ക്കുക, പരിശോധിക്കുക. അതിനുള്ള സഹായകരാണ് ഇവിടുത്തെ ശുശ്രൂഷകരെ. എങ്കിലും ദൈവത്തിൻ്റെമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ശക്തിപ്പെടുത്താൻ ഈ പ്രഘോഷണം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിന്? ഈ പ്രഭാത പ്രാർത്ഥന പള്ളിയിൽ ചെല്ലുമ്പോൾ പറയാറുണ്ട്, എന്താണ്? കർത്താവേ, അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ എന്നെ എന്ത് ചെയ്യണമേ? ശക്തിപ്പെടുത്തണമേ. ദൈവത്തോട് പറയുക, ദൈവമേ, അങ്ങ് എനിക്ക് ആരോഗ്യം തന്നാൽ, അങ്ങ് എനിക്ക് സമ്പത്ത് തന്നാൽ, അങ്ങ് എനിക്ക് അറിവ് തന്നാൽ, ആ അറിവ് മുഴുവനും അങ്ങേക്ക് വേണ്ടിയുള്ള ജോലിയാക്കി മാറ്റാൻ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, പിച്ചപാത്രമെടുത്ത് നമുക്ക് ഇറങ്ങാം. നമ്മൾ ധനവാന്മാരാണ് എങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഡിസ്പോസിഷൻ, മനസ്സിൻ്റെ തുറവി എവിടേക്കാണ്? ഞാൻ തന്നെ എന്താണ്? മറ്റുള്ളവരുടെ ദാനമാണ്. ഇത് 100% അംഗീകരിക്കാൻ ദൈവാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കാവൽ മാലാഖമാർ നിങ്ങളെ സഹായിക്കട്ടെ. എന്നെ ഇവിടെ സംസാരിക്കാൻ വിളിച്ചതിനും ദൈവം അനുവദിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.